പാറശാല ഷാരോൺ വധക്കേസ് പ്രതി ഗ്രീഷ്മയെ ഇപ്പോൾ ഫോർട്ട് ആശുപത്രിയിലേക്ക് എത്തിച്ച ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വൈദ്യപരിശോധനയ്ക്കായി ഫോർട്ട് ആശുപത്രിയിലേക്ക് ഗ്രീഷ്മയെ എത്തിച്ചിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സുനിഷ ഇല്ലൂർ നമുക്കൊപ്പമുണ്ട്. സുനിഷ, ഫോർട്ട് ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നു അല്ലേ? അതെ സുജയ, നിലവിൽ ഇതാ ഫോർട്ട് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. വൈദ്യപരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ പറയുന്നത് പോലെ അട്ടക്കുളങ്ങര ജയിലിൽ നിന്നും പുറത്തിറക്കിക്കൊണ്ട് ഫോർട്ട് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. നിലവിൽ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഒരുപക്ഷെ ഈ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് എത്തുമ്പോഴാണ് ഗ്രീഷ്മ കഴിഞ്ഞ തവണ ഈ പോലീസിന്റെ കസ്റ്റഡിയിലായ സമയത്തും ഇതേ രീതിയിലുള്ള ഒരു വൈദ്യപരിശോധനയ്ക്കിടയിലായിരുന്നു ഒരു ആത്മഹത്യാ ശ്രമമൊക്കെ നടത്തുകയും ചെയ്തിരുന്നത്. അത്തരത്തിലുള്ള നാടകീയ രംഗങ്ങൾക്കും കഴിഞ്ഞ വർഷം 2022 സാക്ഷ്യം വഹിച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തതിനു ശേഷം ഒരു വൈദ്യപരിശോധനയ്ക്കായി എത്തിയപ്പോഴായിരുന്നു ബാത്റൂമിലുണ്ടായിരുന്ന ഈ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ചില ലായനി കഴിക്കുകയും അങ്ങനെ ശാരീരികമായ ബുദ്ധിമുട്ടിലാകുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ തന്നെയും നേരത്തെ ഗ്രീഷ്മ ഉണ്ടായിരുന്നത്. അതിനുശേഷം വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോടെയായിരുന്നു പിന്നീടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെയും എന്ന് വേണം പറയാൻ. ഏതായാലും നിലവിൽ വൈദ്യപരിശോധന നടത്തുകയാണ്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ നെയ്യാറ്റിൻകര കോടതിയിലേക്ക് എത്തിക്കുമെന്നുള്ളത് തന്നെയാണ്. എന്ത് ശിക്ഷ എന്നറിയാനുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് കേരളം ഒട്ടാകെ ഉള്ളത് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് എന്ത് എന്നത് തന്നെയാണ് നമ്മളുടെ മുന്നിലുമുള്ളത്. കാരണം കൊലപാതകം, ഗൂഢാലോചന, ഒപ്പം തന്നെ തെളിവ് നശിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത് നേരത്തെ ഈ റൂറൽ SP പറഞ്ഞിരുന്ന മിടുമിടുക്കിയായിരുന്നു പഠിക്കാൻ എന്നതടക്കമുള്ള ചില വാചകങ്ങൾ അത് വലിയ രീതിയിൽ തന്നെ ചില വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അത്തരത്തിൽ വളരെ മിടുക്കോടുകൂടിയാണ് ഗ്രീഷ്മ ഇത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്തത് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലൊന്നു തന്നെയായിരുന്നു അന്ന് എത്തിയതിനു ശേഷം കൃത്യമായി എങ്ങനെ കൊലപാതകം നടത്താം. ഈ പറയുന്നത് പോലെ നേരത്തെ റൂറൽ SP സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നത് ഏറ്റവും കൂടുതൽ ഹൊറർ സിനിമകൾ കാണുന്ന അത്തരത്തിലുള്ള സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ചോദ്യം ചെയ്യുന്ന സമയം ആദ്യം ലോക്കൽ പോലീസായിരുന്നു ഇത് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ തന്നെയും പോലീസ് പലകുറി ചോദ്യം ചെയ്യുന്ന സമയത്തും അതിൽ തന്നെ പിടിച്ചു നിൽക്കാനായി പല രീതിയിൽ വൈദ്യപരിശോധന തുടരുകയാണ്. നമുക്ക് വൈദ്യപരിശോധന കഴിഞ്ഞിറങ്ങുമ്പോൾ ഗ്രീഷ്മയെ കാണാം. പ്രേക്ഷകർക്ക് വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഒരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം കുറ്റക്കാരി എന്ന് വിധിച്ചപ്പോൾ. ഇന്ന് ശിക്ഷാ വിധി എന്താണെന്നറിയാം.